ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. നമ്മളിന്ന് ബ്രെഡ് പോക്കറ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് കുറേ ചിക്കൻ ഉണ്ടെങ്കിൽ എടുത്താലും നല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ചിക്കൻ കൂടുതലിടുമ്പോൾ. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ തൈരും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഒരു ഗ്ലാസ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഒന്നും കൂടെ ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം അങ്ങനെ തൊട്ടിട്ട് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ സൈഡും ഒട്ടിയുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയൊക്കെ ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഓയിൽ കുടിക്കും, അതുകൊണ്ട് കുറച്ച് ഓയിൽ മതി. ഇനി ഞാൻ ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് കോഴിമുട്ട ഇട്ട് കൊടുത്താൽ മതി. ബ്രെഡ് പെട്ടെന്ന് ഒക്കെ വലിച്ചെടുക്കുന്നത് കൊണ്ട് ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി. ഇനി ബ്രെഡ് ഇതുപോലെ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ബ്രെഡിൻ്റെ വക്കൊക്കെയാണ്, അത് ക്രഷ് ചെയ്തെടുത്താണ്. ഇനി ഇതിൻ്റെ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് അപ്പോൾ തന്നെ ഇട്ടുകൊടുക്കാം. ഇതുപോലെ മുക്കി ബ്രെഡ് ക്രംസിൽ കോഴിമുട്ടയിൽ മുക്കിയിട്ടൊന്നും അധികം ടൈം വെക്കാത്ത നല്ലത്. അപ്പോൾ പെട്ടെന്ന് ഓയിൽ കുടിച്ചെടുക്കും. ഇതുപോലെ ഓരോന്നും കോഴിമുട്ടയിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ മുക്കുക, ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് റെഡി ആയി കിട്ടും. ഞാൻ ഇപ്പോൾ ഒരു പ്രാവശ്യം മറിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ കളറ് ചേഞ്ച് ആവാനുണ്ട്. ഇനി ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും റെഡി ആയി കിട്ടും. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ചിക്കനാണ്. എല്ലൊക്കെ പോക്കി ക്രഷ് ചെയ്ത് വെച്ചാണ്. ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം, ഒരു കക്കിരിയും കുരുവൊക്കെ കളഞ്ഞാണ്, കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുകൊണ്ട്, കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്കിട്ട് മിക്സ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. നമ്മൾ സലാഡിനൊക്കെ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മയോണൈസാണ് ഇട്ട് കൊടുക്കേണ്ടത്. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ചും കൂടെ മയോണൈസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ബ്രെഡ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്താൽ ഇതുപോലെ ഒരു പോക്കറ്റിൻ്റെ ഷേപ്പായി കിട്ടും. അതിലേക്ക് നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് മയോണൈസും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.